കുടിയേറ്റ മലയോര കർഷകരെ ഒന്നായി ചേർത്തു നിർത്തിയിരുന്നത് ദേവാലയങ്ങളായിരുന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര ഗ്രാമമായ കൂടരഞ്ഞിയുടെ വളർച്ചയും ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടതാണ്. അതിജീവനത്തിന്റെ അടയാളപ്പെടുത്തലായി കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ഇന്നും വിശ്വാസികളുടെ പ്രിയപ്പെട്ട ഇടമായി തല ഉയർത്തി നിൽക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് മലബാറിലേക്കുള്ള കർഷക കുടിയേറ്റം ആരംഭിച്ചത്. തിരുവിതാംകൂറിലെ ഭക്ഷ്യക്ഷാമവും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും കാരണം എല്ലാം വിറ്റുപെറുക്കി സുറിയാനി ക്രിസ്ത്യാനികൾ പലരും മലബാറിന്റെ കന്നിമണ്ണിലേക്ക് കുടിയേറി. അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിലെ മണ്ണ് അധ്വാനിക്കുന്നവർക്ക് കനകം വിളയിച്ചെടുക്കാൻ കഴിയുന്നതായിരുന്നു. കുടുംബത്തോടൊപ്പം മലബാറിന്റെ കിഴക്കൻ മലയോരങ്ങളിൽ എത്തിച്ചേർന്ന കുടിയേറ്റ ക്രൈസ്തവർ ആശ്രയത്തിനായി ദേവാലയങ്ങൾ പണിയെടുപ്പിച്ചു. അതിലൊന്നാണ് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളന്റെ നാമധേയത്തിലുള്ള കൂടരഞ്ഞിയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം മലയോര കുടിയേറ്റ ഗ്രാമമായ കൂടരഞ്ഞിയുടെ അതിജീവനത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ദേവാലയം. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നും 35 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി. 1947 കൂടരഞ്ഞിയിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത്. കൂടരഞ്ഞി പ്രദേശത്ത് കടന്നു വന്ന കുടിയേറ്റ പിതാമഹന്മാർ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം തേടിക്കൊണ്ട് 1948 ഒരു താൽക്കാലിക ഇടവകപ്പള്ളി ദേവാലയം പണിതുയർത്തി. എന്നാൽ പിന്നീട് 1956 പുതിയ ദേവാലയം സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിൽ പണിതുയർത്തിയപ്പോൾ അവർക്ക് അത്ഭുതകരമായ ചില അനുഭവങ്ങളുണ്ടായി. കുടിയേറ്റത്തിൻ്റെ ഈ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ മലമ്പനിയും മലനാട്ടിലെ വന്യമൃഗങ്ങളും അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളും അവരെ പ്രതിരോധത്തിലാക്കിയപ്പോൾ കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അവർ പ്രതിഷ്ഠിച്ച സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം എടുത്തുകൊണ്ട് അവർ ഈ മലയോരങ്ങളിലൂടെ സഞ്ചരിച്ചു. അതിലൂടെ പ്രകൃതി അവരുടെ മുമ്പിൽ മുട്ടുമടക്കി, വന്യമൃഗങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ മണ്ണ് മലബാറിൻ്റെ മലർവാടിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. കുടിയേറ്റത്തിന്റെ ആരംഭത്തിൽ വിശ്വാസ സമൂഹം പ്രാർത്ഥന നടത്തിയിരുന്നത് 1944 രൂപീകൃതമായ തിരുവമ്പാടി ഇടവകയിലായിരുന്നു. പിന്നീട് 1948 നവംബറിലാണ് കൂടരഞ്ഞിയിൽ ഒരു താൽക്കാലിക ദേവാലയം നിർമ്മിച്ചത്. മുക്കത്തവയലിൽ മോയി ഹാജി സൗജന്യമായി നൽകിയ സ്ഥലത്തായിരുന്നു ദേവാലയ നിർമ്മാണം. 1948 ഓഗസ്റ്റ് മാസത്തിൽ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ കൂടരഞ്ഞിയിൽ നിർമ്മിക്കുന്ന പള്ളി ആരുടെ നാമധേയത്തിലാകണമെന്ന ചർച്ചയുയർന്നു. ശേഷം പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷണം നൽകുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ പുതിയ ദേവാലയം നിർമ്മിക്കുകയായിരുന്നു. 1948 പണിത ദേവാലയം 1953 ശക്തമായ ചുഴലിക്കൊടുങ്കാറ്റിൽ നിലംപതിക്കുകയും 1956 പുതിയ ദേവാലയം പണിയുകയും ചെയ്തു. അന്നത്തെ ഇടവക വികാരിയായിരുന്ന ബെർണാഡിൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇടവക ദേവാലയം പണിതത്. ഇപ്പോൾ 1300ഓളം ഇടവക്കാരുള്ള ഒരു ഇടവകയാണ് കൂടരഞ്ഞി. ഇത്രയും ജനസംഖ്യയുള്ള ഒരു ഇടവകയിലെ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് 2018 പുതിയ ദേവാലയം പണിയാൻ തീരുമാനിക്കുകയും തറക്കല്ലിടുകയും ചെയ്തു. 2023 അഭിമന്യ ഈ റെമീജിയസ് ഇഞ്ചനാനി പിതാവ് പുതിയ ദേവാലയം ആശീർവദിക്കുകയും ചെയ്തു. ഇപ്പോൾ 1300 ഇടവക്കാരുണ്ട്. ഇടവകയും ദേവാലയവും സ്ഥാപിതമായതിന് തൊട്ടു പിന്നാലെ 1949 പള്ളിക്ക് സമീപത്തായി LP സ്കൂൾ ആരംഭിച്ചു. LP സ്കൂൾ പിന്നീട് ഹൈസ്കൂളായും ഹയർ സെക്കൻഡറിയായും ഉയർന്നു. 1969 കൂടരഞ്ഞിയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് മിഷൻ ഹോസ്പിറ്റൽ ആരംഭിച്ചത്. 1972 ഏപ്രിൽ മാസത്തിൽ കൂടരഞ്ഞി ഇടവക വികാരി ജേക്കബ് നരിക്കുഴിയുടെ ശ്രമഫലമായി തേക്കുംകുറ്റിയിൽ നിന്ന് കാലിക്കറ്റ് എസ്റ്റേറ്റ് വഴി ഒരു റോഡ് നിർമ്മിച്ചത് നാടിന്റെ വളർച്ചയിൽ നിർണായകമായി. ആദ്യമായി ഒരു ബസ് കൂടരഞ്ഞിയിലെത്തിയത് ഈ വഴിയിലൂടെയായിരുന്നു. കൂടരഞ്ഞി ഇടവകയുടെ ഭാഗമായിരുന്ന വെറ്റിലപ്പാറ, വാലിലപ്പുഴ, തോട്ടുമുക്കം, മരഞ്ചാടി, കാക്കാടംപൊയിൽ, പുഷ്പഗിരി, കുളിരാമുട്ടി, പൂവാറന്തോട്, മഞ്ഞക്കടമ്പ്, തേക്കുംകുറ്റി എന്നിവയെല്ലാം ഇന്ന് സ്വതന്ത്ര ഇടവകകളാണ്. മലബാറിന്റെ പുതുമണ്ണിലേക്ക് ആത്മധൈര്യവും ദൈവവിശ്വാസവും കൈമുതലായി കടന്നുവന്ന ഒരു ജനതയുടെ വിയർപ്പിന്റെ വിലയാണ് ഇന്ന് കാണുന്ന കൂടരഞ്ഞി. അതിനവർക്ക് ഉത്തേജകമായത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ ദേവാലയവും.
ഷാഫിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.